നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർവകലാശാല വൈസ് ചാൻസലർമാർ ഒരു കാരണവശാലും പ്രത്യയശാസ്ത്ര ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. അവരുടെ സ്ഥാനത്തിൻ്റെ മഹത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും അത്തരം സംഘടനകളുടെ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടുള്ള ഔചിത്യം എല്ലാ വൈസ് ചാൻസലർമാർക്കും ഉണ്ടാവേണ്ടതാണ്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു രീതിയാണ്. ഇതുപോലെ ഇപ്പോൾ ഗവർണർ ഇടപെട്ടുകൊണ്ട് സർവകലാശാലകൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. ആ ആളുകൾ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ല നിരവധി വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തിന് അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് യോജിച്ച പരിപാടികളല്ല. ഒരു കാരണവശാലും നമുക്ക് അതിനോട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇത് ഈ വൈസ് ചാൻസലർ എങ്ങനെയാണ് നിയമിതനായതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? ഈ വൈസ് ചാൻസലർ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാരുടെയൊക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി. കേരള സർവകലാശാലയിൽ ഈ പ്രസ്തുത വ്യക്തി വൈസ് ചാൻസലറായി നിയമിതനായത് 1:1 എന്ന നിലയ്ക്ക്, ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഞങ്ങൾക്ക് എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർ പദവി കഴിഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കാലത്ത് വീതം വെച്ചപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ നിയമിതനായിട്ടുള്ള ഒരു വൈസ് ചാൻസലറാണ്. അപ്പോൾ ഈ വൈസ് ചാൻസലർ ആ സ്ഥാനത്തിരിക്കുന്നതിന് ഉത്തരവാദി എന്ന് പറയുന്നത് അന്നത്തെ സർക്കാരാണ്. കാരണം അവർ ഗവർണറുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാലയിൽ ഒരാളെ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുന്നതും CPMന് താല്പര്യമുള്ള ഒരാളെ മറ്റൊരു സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കാരണവശാലും ഭൂഷണമായിട്ടുള്ളതല്ല എന്ന് തന്നെയാണ്.